മുല്ലപ്പെരിയാർ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തുന്നു. 139.9 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ഇങ്ങനെ തുടർന്നാൽ 4 മണിക്കൂർ കൊണ്ട് ജലനിരപ്പ് 140-ലെത്തും. 142 അടിയാണ് ഡാമിന്റെ സംഭരണശേഷി. പ്രിൻസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, പരമാവധി സംഭരണശേഷിയുടെ അടുത്തേക്ക് ജലനിരപ്പ് എത്തുന്നു എന്നതാണ് സാഹചര്യം. എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? രേണുക, മുല്ലപ്പെരിയാർ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 139.9 അടിയിലെത്തിയിരിക്കുന്നു. അനുവദനീയമായ പരമാവധി സംഭരണശേഷി 142 അടിയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജലാശയത്തിലേക്ക് വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടായിരുന്നു. 12,000 ക്യൂസെക്കിലധികം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് അണക്കെട്ട് തുറക്കുന്നതിനുള്ള സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിലും പിന്നീട് നീരൊഴുക്ക് കുറഞ്ഞതോടെ ഈ തീരുമാനം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. നിലവിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 1400 ക്യൂസെക്കോളം മാത്രം വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ ഒഴുകിയെത്തുന്നത്. അതേസമയം ടണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്ന അളവിൽ വെള്ളം കൊണ്ടുപോകുന്ന അളവിൽ വലിയ തോതിൽ കുറവുണ്ട്. നിലവിൽ 300 ക്യൂസെക്കോളം വെള്ളം മാത്രമാണ് ടണൽ മാർഗം കൊണ്ടുപോകുന്നത്. ഈ അളവിലുണ്ടാകുന്ന ഒരു കുറവാണ് അണക്കെട്ടിലേക്കുള്ള ജലനിരപ്പ് വർദ്ധിക്കുന്നതിനൊരു കാരണമാക്കിയിരിക്കുന്നത്. അത് ക്രമാതീതമായി ആനുപാതികമായി നിലനിർത്തിയാൽ വലിയ തോതിലുള്ള വർധന ഉണ്ടാവില്ല. എങ്കിലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ജലനിരപ്പ് പെട്ടെന്ന് തന്നെ അനുവദനീയമായ ഒരു പരമാവധി ജലനിരപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ സ്പിൽവേ ഷട്ടർ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. എന്തായാലും അതിനുള്ള മുൻകരുതലുകളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് അറിയിപ്പ് നൽകുന്നതനുസരിച്ച് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് തന്നെ മുൻപ് മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നു. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുൻപ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.